കൊല്ലത്ത് MDMA പിടിയിലായ യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ വീണ്ടും MDMA കണ്ടെത്തി. വൈദ്യപരിശോധനയിലാണ് MDMA കണ്ടെത്തിയത്. അഞ്ചാലമ്മൂട് സ്വദേശി അനില രവീന്ദ്രനാണ് 46 ഗ്രാം MDMA പിടിയിലായത്. അരുൺരാജ് വിവരങ്ങൾ വച്ചിരുന്നു. അരുൺ, ഈ അനില ദീർഘകാലമായി MDMA കച്ചവടത്തിലൊക്കെ ഉള്ള ആളാണോ? ഇതെന്താണ് പോലീസ് അനിലയുടെ പശ്ചാത്തലത്തെ പറ്റി പറയുന്നത്? അരുൺ. അഷ്മി, അനില നേരത്തെ തന്നെ തൃക്കാക്കര സ്റ്റേഷനിൽ MDMA കേസുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസിൽ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. 2021 ഈ കേസുള്ളത്. അനില സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലഹരി കാരിയറാണ് എന്നുകൂടിയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. കൂടുതൽ അനിലയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി പോലീസ് നിലവിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു രഹസ്യ വിവരം കിട്ടുന്നത്. ഈ കർണാടകത്തിൽ നിന്നും കർണാടക രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ ഈ MDMA കേരളത്തിലേക്ക് കടത്തുന്നു. അത് കൊല്ലത്തേക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതായിരുന്നു ഈ രഹസ്യ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം സിറ്റി ACP ഷെരീഫിന്റെ നേതൃത്വത്തിൽ 3 സ്ക്വാഡുകളായി തിരിഞ്ഞ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി. സിറ്റി ലിമിറ്റിൽ പരിശോധന നടത്തി. നീണ്ടകരയിൽ വെച്ച് പോലീസ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടക രജിസ്ട്രേഷനുള്ള നീല ബെലനോ കാർ പാസ് ചെയ്യുന്നത് കണ്ടാണ് പോലീസ് തടഞ്ഞത്. പക്ഷേ പോലീസിനെ വെട്ടിച്ച് അവിടെ നിന്ന് ഈ സ്ത്രീ വാഹനവുമായി ശക്തികുളങ്ങരയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ വെച്ച് പോലീസിന്റെ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ച് വാഹനം തടഞ്ഞു നിർത്തി ആദ്യം പരിശോധിച്ചു. ഈ പരിശോധനയിലാണ് ആദ്യഘട്ടത്തിൽ 50 ഗ്രാം MDMA ഈ വാഹനത്തിൽ നിന്ന് പിടികൂടിയത്. തുടർന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച യുവതിക്ക് കുറച്ചധികം സമയം കഴിഞ്ഞപ്പോഴേക്കും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു. ഈ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് പ്രവേശിപ്പിച്ചത്. അവിടെ നടത്തിയ സ്കാനിംഗ് പരിശോധനയിലാണ് ഈ യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ചിരുന്ന 46 ഗ്രാം MDMA കൂടി പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. കൊല്ലം സിറ്റി ഡാൻസാഫും അതുപോലെ തന്നെ കൊല്ലം സിറ്റി പോലീസും ചേർന്നാണ് ഈ പരിശോധന നടത്തിയത്. നിലവിൽ ഈ പോലീസ് പറയുന്ന പ്രകാരമാണെങ്കിൽ കൊല്ലം നഗരത്തിലെ സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ഈ യുവതി ഈ ലഹരി വിൽപ്പന നടത്തിയിരുന്നത് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഈ അനിലയെ. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നിലവിൽ പറയുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ട കൂടിയായി മാറുകയാണ് അനിലയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ച 90.6 ഗ്രാം MDMA. അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.